ഗുഡ് മോർണിംഗ് ഡൽഹി, ഇറ്റ്സ് മീ പി വൈ. വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ്. ആകെ ഒരു 90 വരെ കാണുന്നുള്ളൂ, എങ്കിലും കുഴപ്പമില്ല. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ഷോ. അത് തന്നെ ഇന്ന് ഞാൻ ഒരു ടെക് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഷോർട്സ് ആയിട്ട് ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. അപ്പോൾ ഈ വീഡിയോ സ്പോൺസർഡ് ആണ്. താങ്ക്സ് ഫോർ അല്ലമീൻ ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കണം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്ന ബോട്ടിൻ്റെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓവർ ദ ഹെഡ് ഇയർഫോൺസ് ആണ്. സംഭവം വന്നിട്ട് അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയിൽ ഇവരെ ഒരു സക്സസർ ഒരു പ്രീവിയസ് മോഡലിൻ്റെ സക്സസറാണ് ഇത്. ശരിക്കും അത്യാവശ്യം പ്രീമിയം ബിൽഡും പ്രീമിയം ക്വാളിറ്റിയും അഫോർഡബിൾ റേറ്റിലും ആയിട്ടുള്ള സാധനമാണ്. ഒരു 1000 to 1500 റുപ്പീസിനകത്ത് നമ്മുടെ ആമസോണിലും കാര്യങ്ങളിലൊക്കെ സെയിൽ സീസണിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സാധനമാണ്. പക്ഷേ എനിക്കിത് ഇപ്പോഴാണ് റിവ്യൂ ചെയ്യാൻ കിട്ടിയത്. ഇതാണ് സാധനം. നമ്മളെ ബോട്ട് റോക്കേഴ്സ് എന്തോന്നാണ് ഇതിൽ തന്നെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ട് റോക്കേഴ്സ് 430. ഇതൊരു അത്യാവശ്യം പ്രീമിയം ലുക്കുള്ള അഫോർഡബിൾ റേഞ്ചിൽ ഉള്ള ഒരു കിടിലം ഹെഡ്ഫോൺസ് ആണ്. ഞാൻ ഇത് മുന്നേ അൺബോക്സ് ചെയ്ത്, എങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാടെ. സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് തുറക്കുമ്പോൾ ഒരു കവറിൻ്റെ അകത്ത് അത്യാവശ്യം ഇവിടെ കീറിപ്പോയി ഗൈസ്. അത്യാവശ്യം ഒരു കവറിൻ്റെ അകത്ത് ഒരു സാധനം. ഈ കവർ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കവറിൻ്റെ ക്വാളിറ്റി കുറയാണ്. കവറിന് ഒരു ഡിസ്ലൈക്ക്. ഇതാണ് നമ്മളെ ഹെഡ്ഫോൺസ്. ഈ ഹെഡ്ഫോൺസിലോട്ട് നമുക്ക് വരാം. ഈ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പെട്ടി. അത്യാവശ്യം പെട്ടി കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തരണല്ലേ. ഈ പെട്ടിക്കകത്തത് ഇങ്ങനൊരു സാധനമുണ്ട്. ഇതിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് അവർ ഈ ഹെഡ്ഫോൺസ് തരണത്. ഇതിൻ്റെ അകത്ത് ഒരു ടൈപ്പ് സി USB കേബിളുണ്ട്. അതേപോലെ തന്നെ വേറെ എന്തിട്ടുണ്ട്, ഇത്രയൊക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്. അതേ കണക്ക് തന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ സാധനം ഇതിന് നമുക്ക് ഇത് വയർലെസ് ആണ്. ബേസിക്കലി ഇതൊരു ബ്ലൂടൂത്ത് 5. ഇവിടെ എഴുതി വെച്ചാൽ 5.4 ഓടുന്ന ഒരു വയർലെസ് ഹെഡ്ഫോൺസ് ആണെങ്കിലും ഇതിന് വയർ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ നേരത്തെ ലേറ്റൻസി വരാതിരിക്കാനാണ്. ഇതിൽ വയർലെസ്സിൽ ലേറ്റൻസി വരുമെന്നല്ല ഞാൻ പറയാനുള്ള, ബീസ്റ്റ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഫോർ ഗെയിമേഴ്സിന് ബെറ്റർ യൂസ് ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രീമിയം ഫോൺസിലൊന്നും ഈ സാധനം ഉപയോഗിക്കാൻ പറ്റൂല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് ബോട്ടിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് അല്ല, ഈ പ്രീമിയം കമ്പനീസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതുണ്ട്. ബോക്സിൽ ചാർജർ കൊടുക്കണില്ല, എങ്കിലും ചാർജിങ് കേബിൾ കൊടുക്കണുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയ ചോട്ട സാധനം. ഇത് വെച്ച് എങ്ങനെ ചാർജ് ചെയ്യുന്നിട്ടാൽ നമുക്ക് എന്തായാലും പുതിയൊരു വയർ വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം യൂണിവേഴ്സൽ ചാർജർ സി ആയതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു വയറാണ്. അതിൻ്റെ ലെങ്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെ പോയാലും ഒരു 1.5 മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഇതാണ്. ഇത് തിരിച്ചിനി പാക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവ എന്നെ കൊല്ലും. ഇതാണ് സാധനം, കണ്ടു. ഇത്രയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് സെയിം ബോട്ടിൻ്റെ കുറേ അടിപൊളി സ്റ്റിക്കേഴ്സ്, ഡൈനോസർ. ഇതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചവരിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. ഈ ഇതേ കണക്കുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്. ബോട്ടിൻ്റെ മെയിൻ സാധനം ഇത് ഞാൻ എൻ്റെ ഹോസ്റ്റൽ കാലം മുതൽ ഞാൻ ഒരു ബോട്ട് യൂസറാണ്. ഇതിൻ്റെ വേറെ കളറുണ്ട്. ഇതാണ് അവർ ശരിക്കും ഐക്കോണിക് കളർ. ഇത് ബ്ലാക്ക്. അതേ കണക്ക് തന്നെ വേറെ എന്തൊരു കളർ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ കളർ മിഡ് നൈറ്റ് ബ്ലൂ. ഇതാണ് ഇതവരെ യൂസർ മാനുവൽ. ഇതൊന്നും ആരും വായിച്ചു നോക്കൂല. ഇവിടെ എന്തിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഇതെന്ന് തോന്നുന്നു. ഇതവരെ വാറണ്ടി. ഇത് എടുത്തു വെച്ചേക്കണം. കാര്യം എന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫസ്റ്റ് ഇയർഫോൺസ് ബോട്ടിൻ്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡിഫി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആണ്. ഞാൻ ഏതോ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. എനിക്ക് നല്ല രീതിയിൽ ഒരു 1.5 വർഷം അത് എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തന്നു. സഡൻലി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പെട്ടിയിലിടുമ്പോൾ ചാർജ് കയറില്ല. പിന്നെ ഒരു സൈഡ് കേൾക്കാതായി. പിന്നെ ഞാൻ അതെൻ്റെ അമ്മയ്ക്ക് മറിച്ചുവിറ്റില്ല കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മളെ ഈ വീഡിയോ തന്നെ ഈ ചാനലിൽ തന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ ഒരു നിർവാണ സ്പേസ് വാങ്ങിച്ചു ബോട്ടിൻ്റെ. അത് സൂപ്പർ സാധനമായിരുന്നു. അതിപ്പോഴും സൂപ്പറാണ്. പക്ഷെ അതും ഇടയ്ക്ക് മുറയ്ക്കൊക്കെ കംപ്ലയിൻറ്റ് ഫേസ് ചെയ്യാറുണ്ട്. ബോട്ടിന് ഈ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരും. ഈവൻ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരെ സർവീസും റീപ്ലേസ്മെൻറ്റ് പക്കയാണ്. ഈവൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണ ചന്ദ്രുവിനും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇല്ലേടാ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഹെഡ്ഫോൺസിലോട്ട് വരാം. അപ്പോൾ അതെല്ലാം കൂടെ പാക്ക് ചെയ്ത് പറഞ്ഞ പെട്ടി. ഇത് അതിൻ്റെ പെട്ടി. ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൊണ്ടുണ്ട്. ഈ സാധനം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തൂക്കിയിടുന്ന സുനിയാണ്. അതൊക്കെ ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ വന്നപ്പോൾ തന്നു. എനിവേ, എനിക്കിത് അല്ലമീനാണ് തന്നത്. അവൻ വാങ്ങിച്ച് പാവം യൂസ് പോലും ചെയ്ത് നോക്കാതെ എനിക്കിത് തന്നു. സ്പെഷ്യൽ താങ്ക്സ് ഫോർ അല്ലമീൻ. ഇനി നമുക്ക് ഹെഡ്ഫോൺസിലോട്ട് വരാം. അത്യാവശ്യം അടിപൊളി ഒരു കുഷനിങ് ആണ് കൊടുത്തേക്കണം. ഈ പിടിക്കുമ്പോൾ പിതുങ്ങി പോകും, ക്ലിയാവും. പിന്നെ അതേപോലെ തന്നെ ഈ
നമ്മുടെ ഇതിനെന്ത് പറയുമെന്ന് എനിക്കറിയേണ്ടത്. ഈ സാധനം കാണിച്ചു ഈ സാധനവും അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ലെതർ കാലപ്പഴക്കം കൊണ്ട് കംപ്ലൈൻ്റ് ആകുമെന്ന് അറിയത്തില്ല. മെയിൻ തിങ് എന്ന് വെച്ചാൽ ഈ 1500 രൂപയ്ക്ക് അവർ കൊടുത്തേക്കുന്ന ബിൽഡ്, പ്ലാസ്റ്റിക് ബിൽഡ് ആണ് കൊടുത്തേക്കണമെങ്കിലും അടിപൊളി സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയാണ് അവർ കൊടുത്തേക്കണം. നമുക്കിത് പുറത്ത് വെച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രീമിയം നേഴ്സ് നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ കണ്ടിട്ടുള്ള ഹെഡ്ഫോൺസിൽ എല്ലാം ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ ഒരു സ്റ്റീൽ റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതുകൊണ്ട് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കുറവാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ഓവർ ദ ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നത് സോണിയുടെ എന്തോ ആയിരുന്നു. അത് എൻ്റെ അമ്മ എന്തോ ആവശ്യത്തിന് വിളിച്ചു, ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരുന്നു, കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അത് എറിഞ്ഞു പൊട്ടിച്ച്. അതും ഇതേ കണക്ക് സ്റ്റീലൊക്കെ ആയിരുന്നെങ്കിൽ ഒന്നും പറ്റില്ല. പറഞ്ഞുകൊണ്ട് ഇതെറിഞ്ഞാൽ പൊട്ടൂലെന്നല്ല പറയണം. എനിവേ ക്വാളിറ്റി ബേസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ക്വാളിറ്റി ബേസ് ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ട് പോകാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ താഴെ നോക്കിയാണ് പറഞ്ഞാൽ ബോർഡിൽ എപ്പോഴും വരുന്നതാണെങ്കിൽ ടിപ്പിക്കലി ഒരു 40 mm ഡ്രൈവറാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കണം. അതേപോലെ തന്നെ ഒരു 40 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടും. ഇത് ഏറ്റവും കൂടുതൽ മ്യൂസിക് ലവേഴ്സിനും കാര്യങ്ങൾക്കുമാണ് യൂസ് ചെയ്യണം. ബോട്ട് അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര രീതിയിൽ ബാസ് ബൂസ്റ്റഡും കാര്യങ്ങളും ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്നാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ വന്നില്ല. എൻ്റെ ഒപ്പീനിയനിലോട്ട് ഞാൻ കടന്നു വരാം. ഞാൻ ഇപ്പോൾ സ്പെസിഫിക്കേഷൻ പറയാം. അതേപോലെ തന്നെ ഇതിൽ ബീസ്റ്റ് മോഡുണ്ട് ഗെയിമേഴ്സിന് വേണ്ടി, ബട്ട് പ്രിഫറബിൾ അല്ല. അതേ കണക്ക് തന്നെ ENC ഉണ്ട്, ANC ഇല്ല. പിന്നെ ഈ ബാറ്ററി ബാക്കപ്പ്, പിന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ 5.4 സപ്പോർട്ട് തരുന്നുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ചാൽ ഉള്ള ഫീല് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയല്ലേ വയ്ക്കണ്ട, ഇങ്ങനെ തന്നെ വയ്ക്കണം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള കാര്യം എന്ന് വെച്ചാൽ ANC പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സറൗണ്ടിലുള്ള സൗണ്ട് ഒന്ന് ഭയങ്കര രീതിയിൽ ക്യാൻസൽ ചെയ്ത് കളയും. പക്ഷേ ഇത് വെക്കുമ്പം ഒന്ന് സറൗണ്ടിൽ നിന്ന് നമ്മൾ വിട്ട് നിൽക്കും കണക്കൊരു തോന്നൽ തോന്നും. പിന്നെ ഇത് അത്യാവശ്യം സ്റ്റൈലിഷാണ്. പിന്നെ എന്നെ കണക്കുള്ള സുന്ദരന്മാർ വെച്ചാൽ സ്റ്റൈലായിട്ട് തന്നെ ഇരിക്കും. ഇതാ കണ്ടോ, എനിക്കൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തലയിൽ വേദനയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഒരു 1 to 2 hours 3 hours നമ്മൾ വെച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കെന്ത് ഇറിറ്റേഷനും കാര്യങ്ങളും തോന്നും. ഇത് ഞാൻ കുറേ റിവ്യൂവിലും കാര്യങ്ങളിലൊക്കെ കണ്ടതാണ്. ബൈ യൂസ് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇനി ഇത് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ക്വാളിറ്റി വൈസ് 100%, 100ൽ 100 ഞാൻ ഇതിന് കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും മുകളിലുള്ള കമ്പനികളെ ബീറ്റ് ചെയ്യാൻ കണക്കിനുള്ള രീതിയിൽ ഇവർ ഇതിൻ്റെ ക്വാളിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ബേസ് പറയുമ്പോൾ എനിക്ക് ബോട്ട് പറയുന്ന ഈ സിഗ്നേച്ചർ സൗണ്ട് ഇട്ട് യൂസ് ചെയ്ത് ഞാൻ ഒരു നിർവ്വഹണ യൂസറാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒരു ഭയങ്കര രീതിയിൽ എനിക്ക് ബാസ് വേണം. എനിക്ക് അത്രയ്ക്ക് ബാസ് ഇതിൽ കിട്ടിയില്ല. പക്ഷേ അതിനെ മീറ്റ് ചെയ്യണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ഒരു കാലിബ്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമയും പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓവർ ബാസ്ഡ് അല്ല, ഓവർ ട്രിബിൾ ഇല്ല. നമുക്കൊരു ഇമ്മേഴ്സീവ് ഫീൽ കിട്ടും. നമ്മളതിന് സ്ലോ ടോണിലുള്ള പാട്ടായാലും ശരി, ഭയങ്കര ഈ ഇപ്പോൾ പുതിയ പാട്ടുകൾ ഉള്ള പാട്ട് കേട്ടാലും എല്ലാം ഒരു ബാലൻസ്ഡ് രീതിയിൽ കാര്യം പോകും. അപ്പോൾ ഓവറായിട്ട് ബാസ് പ്രതീക്ഷിച്ചാണെങ്കിൽ നിങ്ങൾ ഇത് എടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കാണുന്നവർ ആരെങ്കിലും എടുക്കുമെന്ന് കേട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, ബാസ് പ്രതീക്ഷിച്ചത് എടുക്കണ്ട. പിന്നെ ഇതിൻ്റെ മൈക്ക് ഞാൻ കണക്ട് ചെയ്ത് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് കാണിച്ചത്. ഇതിൽ ENC ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പാസ്വേഡ് ഇത് ബൈ ദ വേ ഇത് ക്യാമറാമാൻ ചന്ദ്രുവിൻ്റെ ഫോണാണ്. ഇതിൻ്റെ പാസ്വേഡ് ഇവിടെ തന്നിട്ടുണ്ട്. 5 നമുക്കിത് കണക്ട് ചെയ്യാം. ഈ ബ്ലൂടൂത്ത് വെർഷൻ 5 പറഞ്ഞുകൊണ്ട് നമ്മളിത് എവിടെ ഓണാക്കിയാലും ചോദിക്കും, ചേട്ടാ കണക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കും. ഇവിടെ എവിടെയോ ഒരു ബട്ടണുണ്ട്, നമുക്ക് ഇതിപ്പോൾ ഓണാക്കണം. ഇതാ ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കത്തും. ഇതിൽ ലൈറ്റ് കത്തും. ഇവിടെ സാധനം വന്നു. ടടാങ്. പേരവിടെ മുന്നേ പേർ റെക്കോർഡിംഗ് ഉണ്ടല്ലോ ഇതിൽ, വോയിസ് റെക്കോർഡിംഗ്. ഇത് പേരായിട്ടുണ്ട്. നമുക്ക് വിഷ്ണുവിനെ വിളിച്ച് നോക്കാം. എന്തായാലും എൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റ് വിഷ്ണുവാണ്. AKA വട്ടവട ഫാൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺ സൈഡിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ വട്ടവടയ്ക്ക് തന്നെ കയറി വരാം. വിഷ്ണു കോളേജിൽ നിന്നാണ് അടിച്ചിട്ടേക്കണം. എടാ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്, തെറി വിളിക്കരുത്, കട്ട് ചെയ്ത് പോകരുത്. ഓക്കെ, ഞാൻ ഒരു ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ എടുക്കാനാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുവാണേ. സ്റ്റാർട്ട് റെക്കോർഡിങ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം.
ഇതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അല്ലമിന്റെ ഹെഡ്ഫോൺസിലാണ് ഞാൻ കോൾ ചെയ്യണത്. വോയിസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കറക്റ്റ് പക്കയാണ്. നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ സംസാരിക്കുന്ന തോന്നുന്ന സൈഡിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ കേൾക്കണുണ്ടോ? സൈഡിലുള്ള നോയ്സ് ഒന്നും കേൾക്കാനുള്ള ഫോണിൽ സംസാരിക്കണ പോലെ തന്നെ പക്കയാണ്. പക്കയാണല്ലോ. നീ കഴിച്ചേ? ഇല്ല, കഴിച്ചില്ല, കഴിക്കാൻ പോണു. അപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊക്കെ ലൈക്ക് ചെയ്ത് നാട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ. ഇവന്റെ ഈ മോന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാം, ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പം ഇതാണ് ഇതിന്റെ വോയിസ്. ഐ മീൻ ഓഡിയോ എങ്ങനെയാണ് എന്നുള്ള ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞത് അവൻ്റെ സൈഡിൽ നിന്ന് അവൻ റെക്കോർഡ് ചെയ്താലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ ഇതിൽ ചാർജിങ്ങിലോട്ട് വരുവാണെങ്കിൽ സി പോർട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ ഇതാണ് അവരെ ചാർജിങ്. എടാ ചാർജർ, അയ്യോ കാണാനില്ല. ഇതാണ് ഒരു USB to C ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകുന്ന കേട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇല്ല. ഇത്രയും വലിയ സാധനം നമ്മൾ ചാർജറിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അവിടെ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ചാർജർ കണ്ടിട്ട് കുറഞ്ഞതൊരു 60 സെൻറ്റിമീറ്ററെങ്കിലും വേണം. അത് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിലെനിക്ക് പരാതി പറയാനും പറ്റത്തില്ല. ഇപ്പോൾ പെട്ടിയിൽ ചാർജർ പോലും വരാത്ത കാലത്ത് അവർ അറ്റ്ലീസ്റ്റ് ഒരു വയറെങ്കിലും കൊടുത്തതിൽ ഐ എം സോ ഹാപ്പി. ഇനി നമുക്ക് വരുവാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് ബട്ടൺ കൺട്രോൾസ് ആണ്. നമ്മുടെ ടച്ച് കൺട്രോൾസ് ഹയർ വേരിയൻറ്റിലാണുള്ളത്. പക്ഷേ ഈ ബട്ടൺ കൺട്രോൾസ് അത്യാവശ്യം പ്രീമിയം ബട്ടണും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇതിവിടെ ഇവരെ പവർ ബട്ടൺ, ഇതിവരെ വോളിയം അപ്പ്, വോളിയം ഡൗൺ. ഇത് നമുക്ക് പിന്നെ പാട്ട് പോസും പോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ആറ്റംസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചില സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ ഇട്ട് കൂത്താകുമ്പോൾ ഇത് വർക്കാവൂല, അല്ലെങ്കിൽ താനെ അങ്ങ് മാറിപ്പോവും. അത് ഭയങ്കര തൊല്ലിയാണ്. അത് വെച്ച് നോക്കണമെങ്കിൽ ഇത് കിടിലുമാണ്. പിന്നെ ഇതിൻ്റെ വോയിസ്, ഇതിൽ പാട്ട് കേൾക്കുമ്പോൾ കോപ്പി റൈറ്റ് ഇല്ലാത്ത വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു തരാം. അപ്പോൾ ബൈ ദ വൈ ഇതാണ് എൻ്റെ ബോട്ട് റോക്കേഴ്സ് ഇവിടെ 430യുടെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കുക. അത്യാവശ്യം ഈ ബഡ്ജറ്റ് റേഞ്ചിൽ ഈ കൊച്ചു പിള്ളേർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പ്രായത്തിൽ മ്യൂസിക്കും സിനിമയും കാണാൻ പറ്റുന്നവർക്ക്, ഓവർ ബാസ് പ്രതീക്ഷിക്കാത്തവർക്ക് പറ്റിയ സാധനമാണ് ഇത്. ഐ ഡു ലൈക്ക് ദിസ് തിങ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വിഷ്ണു പറഞ്ഞ കണക്ക് തന്നെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാർ മാത്രമേ കമൻറ്റ് ചെയ്യുള്ളൂ. താങ്ക് യു ഗൈസ്. എസ്പെഷ്യലി അഭിദേവ് എല്ലാ ഇതിനും വന്ന് 2 ഹാർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ടെക് റിവ്യൂ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.